ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിങ് അടുത്ത് എത്തിയിരിക്കുവാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇനി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉള്ളൊരു ടൈമാണ്. ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഉള്ള ടൈം നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, എക്സാമിൻ്റെ ആ ഒരു പേടി മാറ്റാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം റിവിഷനാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2022, 23, 24 കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള സീരീസ് ആണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മുതൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ആ ഒരു സിലബസ്, ആ ഒരു ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ ഈ 3 വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞവരും അല്ലെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുമൊക്കെ വളരെ ബേസിക് ലെവലിൽ ഞാൻ ഓരോ പ്രോബ്ലം പറഞ്ഞുതരാം മക്കളെ. എങ്ങനെ ക്വസ്റ്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്, എല്ലാം ഞാൻ ഇതിൽ പറയും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക മക്കളെ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും, ഇതിപ്പോൾ സേ കുട്ടികളാണ് കാണുന്നതെങ്കിൽ അവർക്കും, അതേപോലെ റെഗുലർ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സേ കുട്ടികളോട് പറയാനുള്ള മക്കൾ, നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം. നമുക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. റെഗുലർ കുട്ടികളെ പോലെ അല്ല, കുറച്ചും കൂടെ ദിവസം നമുക്ക് ഉള്ളിൽ കിട്ടും. ഫെബ്രുവരിയും കൂടെ നമുക്ക് ഉള്ളിൽ കിട്ടും. ആ ദിവസം കൂടെ നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ജയിക്കും കേട്ടോ. സെയിം മക്കളോടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2022, 23, 24 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സെക്കൻഡ് ടേം എക്സാമിനേഷൻ ആണ് ക്രിസ്മസ് എക്സാമിനേഷൻ. ഓക്കെ, ഇതിനകത്ത് നിന്ന് പൊതുവെ കുറച്ച് മാർക്കിനാണ് സെക്കൻഡ് ടൈമിൽ ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മോഡൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തവണ. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പേഴ്സ് ഇന്ന് റിയൽ നമ്പേഴ്സിലാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ബി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x. എഫ് ഓഫ് എക്സ് ഈക്വൽ 3x എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 1 1 ഓൺ ടു ആണോ, മെനി 1 ഓൺ ടു ആണോ, അതോ 1 1 മാത്രം ഓൺ ടു അല്ല, 1 1 അല്ല, ഓൺ ടു അല്ല. ഇതാണ് ഓപ്ഷൻസ് മക്കളെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യനെയും നേരിടുന്നത് ഒരേപോലെയാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നിരിക്കുന്ന 2 സംഭവമില്ലേ മക്കളെ, ഇത് തന്നെയാണ് നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 കാര്യങ്ങൾ. ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നും ഫംഗ്ഷൻ എന്താണെന്നും ആദ്യം എടുത്തെഴുതുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാകും. ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഫംഗ്ഷൻ എഫ് ഫ്രം റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റെന്താ പറഞ്ഞിരിക്കുന്നത്? ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x. ഇത് നമുക്ക് 2 രീതി ചെയ്യാം. ആരോ ഡയഗ്രം വരച്ച് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ 1 1ന്റെ ഒരു കൺസെപ്റ്റ്, ഒരു ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയുള്ളത് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുത്ത് അതിൽ നിന്ന് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആണ്. എന്താണ്? എഫ് ഓഫ് എക്സ് 1. 1 1ന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 1 1, ഒരാൾക്ക് ഒരു ഇമേജ്. നമ്മുടെ ഫസ്റ്റ് സെറ്റിലെ ഒരാൾക്ക് ഒരു ഇമേജേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റിലുള്ള ഒരാൾക്ക് 2 ഇമേജ് വരാൻ പാടില്ല. 1 1, അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എടുക്കുക. ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും അങ്ങനെ എടുക്കുക. അതിൽ നിന്ന് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം 1 1 ആണ്. അപ്പം നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 നിന്ന് തുടങ്ങാം. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അങ്ങനെയാണ് മക്കളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എഫ് ഓഫ് എക്സ് നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. ഇതാണ് ഇവിടുത്തെ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്താണ്? എക്സിന് പകരം x1 ഇട്ടാൽ പോരെ, x1 ആവും. എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം x2 ഇടുക. അപ്പോൾ ഇപ്പുറത്തും x2 ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് 1 എടുത്ത് എഴുതാവേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ 3x1 എന്നാകും. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 3x1. ഓക്കെ, എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇടുക. അപ്പോൾ 3x2. സിമ്പിൾ പരിപാടി. 2 സൈഡിലും 3 ഉണ്ട്, സോ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2. ആഹാ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഒരു സംഭവം കിട്ടി. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് തുടങ്ങി x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം therefore f ഈസ് 1 1. ഫംഗ്ഷൻ 1 1 ആണ്. 1 1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് 1 1 അല്ല എന്ന് പറയുന്ന 2 ഓപ്ഷൻ നമുക്ക് കളയാം. 1 1 അല്ല എന്ന് പറയുന്നത് ഇത് 1 1 അല്ല എന്ന് പറയുന്നുണ്ട്, ഇതും 1 1 അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം 1 1 അല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെനി 1. അപ്പോൾ ഇത് 1 1 അല്ല എന്ന് പറയുവാണ്. മെനി 1 എന്ന് പറഞ്ഞാൽ 1 1 അല്ല. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും കളയാം. ഇനി ഇതാണോ ശരി? രണ്ടിലും 1 1 ആണെന്നും ഓൺ ടു അല്ലെന്നും പറയുന്നുണ്ട്, 1 1 ഓൺ ടു ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതോ ഒരെണ്ണമാണ് കറക്റ്റ്, നമുക്ക് നോക്കാം. ഇനി ഓൺ ടു കണ്ടുപിടിക്കാനായിട്ട് മക്കളെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നല്ല തന്നിരിക്കുന്നത്. ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എന്ന് എടുത്തെഴുതുക. എന്താണ്? വൈ ഈക്വൽ ടു എന്ന് എടുത്തെഴുതുക. എഫ് ഓഫ് എക്സിനെ നമുക്ക് വൈ എന്ന് വിളിക്കാം. വൈ ഈസ് ഈക്വൽ ടു 3x എന്ന് എടുത്തെഴുതുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും എഫ് ഓഫ് എക്സിന് പകരം വൈ എന്നിട്ട് കൊടുക്കുക, വൈ ഈക്വൽ ടു 3x എന്ന് എഴുതുക. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ഇക്വേഷൻ മാറ്റി എഴുതുക. ഇവിടെ ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 3x അല്ലേ, അപ്പം ഞാൻ അതിന് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് മാറ്റി എഴുതുവാണേ. അതായത് ഇവിടുത്തെ ഈ 3 ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇൻറ്റു ചെയ്തിരിക്കുന്ന 3 ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? y ബൈ 3 എന്നാകും, ഈക്വൽ ടു എക്സ് അല്ലേടാ മക്കളെ. അപ്പം എനിക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് y ബൈ 3 എന്ന് കിട്ടി. ഇത് കിട്ടിയതിന് ശേഷം ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ എന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ദേ അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഈ സാധനം കണ്ടോടാ, എഫ് ഫ്രം ആർ ടു ആർ. ഇത് നമ്മൾ നോക്കണം. ഇതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നോക്കിക്കോണേ, ഇവിടെയാണ് എക്സുകളെല്ലാം ഇവിടെയാണ് വൈകളെല്ലാം. ഓക്കെ, ഫസ്റ്റത്തെ സെറ്റാണ് നമ്മൾ എക്സുകളെ പറയുന്നത്, സെക്കൻഡ് സെറ്റുകളെയാണ് വൈകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സുകളെല്ലാം ഇവിടെയാണ്, വൈകളെല്ലാം ഇവിടെയാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇപ്പൊ എനിക്ക് കിട്ടി എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 3 എന്ന് കിട്ടി. ഈ ഓൺ ടുവിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ടാം സെറ്റിലുള്ള എല്ലാവർക്കും ഇപ്പുറത്തൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. എന്താണ് മക്കളെ? ഈ രണ്ടാം സെറ്റിലുള്ള എല്ലാവർക്കും, അതായത് 1 2 3 എല്ലാവർക്കും ഇപ്പുറത്തൊരു പ്രീ ഇമേജ്, അതായത് ഇപ്പുറത്തേക്ക് ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഒരാൾ പോലും റിലേഷൻ ഇല്ലാതെ ഇരിക്കാൻ പാടില്ല. ഇപ്പുറത്തൊരാൾ കാണണം. ഏതാണ്? ഇപ്പുറത്തെ ഈ സെറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരാൾ കാണണം, പ്രീ ഇമേജ് കാണണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വൈ എന്ന് പറയുന്ന ഈ രണ്ടാം സെറ്റിലുള്ള ആൾക്കാരല്ലേടാ, ഇവിടുന്ന് ഞാൻ ആരെ ഇട്ട് കൊടുത്താലും എനിക്ക് ഇപ്പുറത്തൊരാളെ കിട്ടണം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ ഇവിടെ റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, കോടിക്കണക്കിന് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഇഷ്ടമുള്ള നമ്പർ എടുക്കുവാണ്. ഒരു എക്സാമ്പിളിന്റെ മക്കളെ, ഞാൻ ഇവിടുന്ന് 2 എടുത്തു. ഓക്കെ, ഈ 2 എടുത്ത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താൽ എനിക്കിത് 2/3 എന്ന് കിട്ടത്തില്ലേ? 2/3 എന്ന് പറയുമ്പോൾ ഏകദേശം 0.6 സംതിങ് വരും അല്ലേ? 2/3 അപ്പോൾ 0. അപ്പോൾ ഇവിടെ 0 വരും, 6 3 18, 0.6 സംതിങ് വരും. എന്തായാലും ഒരു ഡെസിമൽ നമ്പർ, ഇവിടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഡെസിമൽ നമ്പേഴ്സും ഉണ്ട്. സോ കോടിക്കണക്കിന് നമ്പേഴ്സ് ഉള്ള മക്കൾ ഇങ്ങനെ ഒരു നമ്പർ ഇപ്പുറത്ത് കിട്ടത്തില്ലടാ അല്ലേ? ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുത്താലോ, 3 ഇട്ട് കൊടുത്താലോ, 7 ഇട്ട് കൊടുത്താലോ, ഡെസിമൽ നമ്പർ എന്തിട്ട് കൊടുത്താലും ഇപ്പുറത്തൊരു ഡെസിമൽ നമ്പറോ ഫ്രാക്ഷനോ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എനിക്ക് കിട്ടും. അതായത് ഇത് എലമെന്റ് ഓഫ് ഈ ഒരു റിയൽ നമ്പർ. ഓക്കെ, ഇത് എലമെന്റ് ഓഫ് റിയൽ നമ്പർ ആണ്. Therefore നമുക്ക് എന്ത് എഴുതി വെക്കാം? Therefore f is on to. ഇങ്ങനെ ആകാത്ത കേസ് എന്ന് പറയുമ്പോൾ മക്കളെ, റൂട്ട് വരുന്ന സമയത്തോ താഴെത്തിപ്പം 3 - y എന്ന് വന്നിരിക്കട്ടെ, 3 - y, അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇവിടുന്ന് y എന്നൊരു 3 ഇട്ട് കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഡിനോമിനേറ്റർ 3 - 3 എന്ന് കിട്ടും. അതായത് ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ 0 ആയാൽ അതൊരു റിയൽ നമ്പർ ആകുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഡിനോമിനേറ്ററിൽ ഒരു y എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴോ, റൂട്ടിന്റെ അകത്ത് y എന്ന് പറയുന്ന സംഭവം വരുമ്പോഴോ അവിടെ ശ്രദ്ധിക്കുക. അപ്പൊ റൂട്ടിനകത്ത് y എന്ന് കിട്ടിയെന്നിരിക്കട്ടെ, നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് ഞാനൊരു -2 എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ റൂട്ട് -2 അതൊരു കോംപ്ലക്സ് നമ്പറായി മാറി, അത് റിയൽ നമ്പർ അല്ല. അപ്പോൾ റൂട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു വേരിയബിൾ, ഒരു വൈയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വേരിയബിൾ വരുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ കേസിൽ മാത്രമാണ് നമുക്കിത് ഓൺ ടു അല്ലാതാവുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കേസിൽ ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ആയിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നാച്ചുറൽ നമ്പറിൽ നിന്ന് ഇവിടെ ഇപ്പോൾ നാച്ചുറൽ നമ്പർ നമുക്കറിയാം 1 2 3 അങ്ങനെ പോകുന്നു, ഇവിടെ 1 2 3 അങ്ങനെ പോകുന്നു. ഞാൻ ഇവിടുന്ന് ഒരു 2 എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു, നേരത്തെ ചെയ്ത പോലെ. ഇപ്പൊ 2/3 കിട്ടി. ഇങ്ങനെ ഒരു എക്സ് എനിക്ക് ഇപ്പുറത്ത് കാണുമോ? 2/3 എന്ന് പറഞ്ഞ എക്സ് ഇപ്പുറത്ത് കാണുമോ മക്കളെ? ഞാനിവിടെ 2 ഇട്ട് കൊടുത്തു, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. ഈ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പുറത്തെ ഫസ്റ്റ് സെറ്റിലെ ആൾക്കാരാണ്. 2/3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ കാണുമോടാ? ഇല്ല. ആ സമയത്ത് നമുക്ക് പറയാം ഇത് ഓൺ ടു അല്ല, നോട്ട് എലമെന്റ് ഓഫ് n. ഇത്രേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാടാ. അപ്പോൾ ഇവിടെ 1 1 ആണ്, ഓൺ ടു ആണ്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? എഫ് ഈസ് 1 1 ഓൺ ടു. 1 1 ആണ്, ഓൺ ടു ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റിനെ നേരിടാൻ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2022 ചോദിച്ചാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഷോ ദാറ്റ് തെളിയിക്കണം എന്ത് ഫംഗ്ഷൻ ആർ ടു ആർ ആണ് റിയൽ നമ്പർ എന്ന് റിയൽ നമ്പറിലേക്കാണ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയർ. ഇത് 1 അല്ല ഓൺ ടു അല്ല, നെയ്തർ 1 നോർ ഓൺ ടു. 1 അല്ല ഓൺ ടു അല്ല തെളിയിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ മക്കളെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ആദ്യം എടുത്തെഴുതുക. എന്താണ് ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കണം, പിന്നെ നമ്മുടെ ഫംഗ്ഷനും മനസ്സിലാക്കണം. ഇത് രണ്ടും നിങ്ങൾ എടുത്തെഴുതുക. ഇനി നമ്മൾ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ തുടങ്ങുക. ഇതാ പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെന്ന്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതി. നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം അല്ലേ. അപ്പൊ ഇവിടെ x1 പകരം 1 എക്സിന് പകരം 1 ഇട്ട് എടുക്കുമ്പോൾ x1 ആവും. അപ്പൊ ഇവിടെ x1 എന്ന് തന്നെ ഇടുക. അപ്പൊ x1 സ്ക്വയർ ആവും അല്ലേ മക്കളെ. അപ്പൊ ഇത് x1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ x2 ഇടുക. അപ്പൊ x2 സ്ക്വയർ. നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ y is equal to അല്ലേ വേണ്ട x is equal to 4 എന്ന് കിട്ടിയെന്നിരിക്കട്ടെ. x സ്ക്വയർ is equal to 4. നമ്മൾ എന്ത് ചെയ്യൂടെ ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ മേലെ എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് 4 എന്ന് എഴുതാം അല്ലേ. എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് 4. പക്ഷെ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ റൂട്ട് 4 വരെ നിർത്തുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു +1 ഒക്കെ ആയപ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി എക്സ് ഇസ് ഇക്വൽ ടു, അല്ലെങ്കിൽ 10th തൊട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി റൂട്ട് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് കാണും. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ഓർ മൈനസ് ഇടും. എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 4. അതായത് എക്സ് ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടുമായിരുന്നു അല്ലേ. അതേ കൺസെപ്റ്റിന് ഇവിടെ ഉപയോഗിക്കണം. x1 സ്ക്വയർ ഇസ് ഇക്വൽ ടു x2 സ്ക്വയർ എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് x1 ഇസ് ഇക്വൽ ടു റൂട്ട് x2 സ്ക്വയർ എന്ന് എഴുതാം. മക്കളെ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇടണോ വേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. കാരണം റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്കിവിടെ പ്ലസ് ഓർ മൈനസ് ഇടണം. പകരം നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഇടണ്ട, പ്ലസ് മാത്രം ഇട്ടാൽ മതി. കാരണം നാച്ചുറൽ നമ്പറിൽ നെഗറ്റീവ് വരത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ x1 ഇസ് ഇക്വൽ പ്ലസ് ഓർ മൈനസ് x2 സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പം എന്ത് കിട്ടി? x1 ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയറും റൂട്ടും കൂടെ അങ്ങ് ക്യാൻസലായി പ്ലസ് ഓർ മൈനസ് x2 എന്ന് കിട്ടിയില്ലേ. ഇപ്പം ഇവിടെ എന്താണ് കിട്ടിയത്? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ ഒരാൾക്ക് ഒരു ഇമേജ് വരാൻ പാടുള്ളൂ. ഇവിടെ എന്താണ് x1ന് പ്ലസ് x2 വന്നു മൈനസ് x2 വന്നു. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സെറ്റിലെ ഒരാൾക്ക് 2 ഇമേജ് ആയി. 1 അല്ല, അതിൻ്റെ പേരാണ് മെനി വൺ. അപ്പോൾ ഇത് 1 ആണോ? അല്ല. അപ്പോൾ നമുക്ക് എഴുതാം therefore f is not 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ മെനി വൺ എന്ന് എഴുതാം. ഞാനിവിടെ നോട്ട് 1 എന്ന് എഴുതുന്നു. ഫസ്റ്റത്തെ കാര്യം ഓക്കെ അല്ലേ മക്കളെ? 1 അല്ല തെളിയിച്ചു സിമ്പിളായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൺ ടു അല്ല തെളിയിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിരുന്നു. നമ്മൾ അതിനെ y ഇസ് ഈക്വൽ ടു എന്ന് എഴുതണം. ഓക്കെ, എഴുതി. ഇനി എന്ത് ചെയ്യണം? തിരിച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ നമുക്കറിയാം ഇതിനെ തിരിച്ചെഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എക്സ് സ്ക്വയർ വൈ ആണെങ്കിൽ എന്തെഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ. ഇങ്ങനെ കിട്ടി. പ്ലസ് ഓർ മൈനസ് റൂട്ടോ എന്തോ ആയിക്കോട്ടെ, റൂട്ട് വൈ എന്ന് കിട്ടിയല്ലോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് നോക്കണം. ആർ ടു ആർ ആണ്, റിയൽ നമ്പർ എന്ന് റിയൽ നമ്പർ ആണ്. ഈ റൂട്ട് വരുമ്പോഴും ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ വരും, ഡിനോമിനേറ്ററിൽ വേരിയബിൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ റൂട്ടിനകത്താണ് വൈ വന്നിരിക്കുന്നത്. എടാ മക്കളെ, ഞാൻ ഇവിടുന്ന് ഏത് നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താലും എനിക്ക് അതിന് പറ്റിയ ഒരു വൈ എക്സ് ഇപ്പുറത്ത് കിട്ടുമോ? എക്സാമ്പിളിന് ഞാൻ ഇവിടുന്ന് റിയൽ നമ്പർ അല്ലേ, സോ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു നമ്പറാണ് -3. ഈ -3 എടുത്ത് ഞാൻ അതിൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് -3 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു എക്സ് ഇതിനകത്തുണ്ടോ? റിയൽ നമ്പറിനകത്ത് റൂട്ട് -3, റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന റിയൽ നമ്പർ ആണോ മക്കളെ? അല്ല, അതെന്താണ്? കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ റൂട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്തൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്ത ഒരിക്കലും നമുക്ക് റിയൽ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഇഷ്ടമുള്ള വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾ ഇപ്പുറത്ത് കിട്ടണം, എങ്കിലേ ഓൺ ടു ആകത്തുള്ളൂ. ഇവിടെ കിട്ടത്തില്ല. അപ്പം നമുക്ക് പറയാം ഇത് നോട്ട് എലമെന്റ് ഓഫ് ആർ. ഈ ആറിനകത്ത് ഇല്ല. ഓക്കെ, നോട്ട് എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അവിടെ എഴുതി വെക്കാം റീസൺ ഇത്രയേ ഉള്ളൂ. ഈ നോട്ട് എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സെന്റൻസ് ആയിട്ട് എഴുതി വെക്കാം, there is no pre-image in R. അവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല എന്ന് എഴുതി വെക്കാം സെന്റൻസ് ആയിട്ട്. പക്ഷേ ഈ നോട്ട് എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ കാര്യം ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം? therefore f is not on to. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ കൺസെപ്റ്റ്. വളരെ വളരെ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ഡിസംബർ 2022 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷനിൽ നിന്നാണ്, ഇത് ഫംഗ്ഷനിൽ നിന്നല്ല, റിലേഷനിൽ നിന്നാണ്.
ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ എന്ന് പറയുന്ന സെറ്റിലാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് 1 2 3 എന്ന് പറയുന്നതാണ് നമ്മുടെ സെറ്റ് കേട്ടോ. ഈ സെറ്റ് വെച്ചാണ് നമ്മൾ ഒരു റിലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബൈ ഡിഫൈൻഡ് ആസ് എന്നിട്ട് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റ് ക്ലോസ് ചെയ്യണേ. ഓക്കെ, 1 3 3 1 2 2. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? അതോ റിഫ്ലെക്സീവ് ആണ് പക്ഷേ ട്രാൻസിറ്റീവ് അല്ല? ഇതാണ് ഓപ്ഷൻസ്. മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 1 2 3 അല്ലേ സെറ്റ് തുടങ്ങുന്നത്. 1 2 3 വെച്ചാണ് നമ്മൾ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 2 3 വെച്ചാണ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെങ്കിൽ 1ന്റെ ട്വിൻ പെയർ എന്ന് പറഞ്ഞാൽ 1ന്റെ ഇരട്ടകൾ കാണണം. 1 1 കാണണം നിർബന്ധമായിട്ട്. 2 ഉണ്ടെങ്കിൽ 2 2 നിർബന്ധമായിട്ടും കാണണം. 3 ഉണ്ടെങ്കിൽ 3 3 നിർബന്ധമായിട്ടും കാണണം. ഇതാണ് റിഫ്ലെക്സീവ്. എന്താണ്? ഏത് സെറ്റ് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സെറ്റ് വെച്ചാണോ നമ്മൾ സെറ്റ് റിലേഷൻ ബിൽഡ് ചെയ്യുന്നത് ആ സെറ്റിനകത്ത് എല്ലാവരുടെയും ഒരു ഇരട്ടകൾ കാണണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 ഇങ്ങനെയുള്ള ഇരട്ടകൾ എല്ലാവരുടെയും കാണണം, നിർബന്ധമാണ്. നമുക്ക് നോക്കണ്ടോ? 1ന്റെ ഉണ്ടോടാ? 1ന്റെ ഇല്ല, പോയി, റിഫ്ലെക്സീവ് അല്ല. തുടക്കത്തിൽ നമുക്ക് മനസ്സിലായി. 2ന്റെ ഉണ്ട്, ഓക്കെ, പക്ഷേ 3യുടെയും 1ന്റെയും മസ്റ്റായിട്ട് വേണം. അപ്പോൾ റിഫ്ലെക്സീവ് ആണോ? അല്ല. നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ കളയാം. ഇവിടെ മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിക്കാനല്ല നിങ്ങൾ നോക്കേണ്ടത്, തെറ്റായ ഉത്തരങ്ങളെ മാറ്റുകയാണ് വേണ്ടത്. തെറ്റായ ഓപ്ഷനെ മാറ്റുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ റിഫ്ലെക്സീവ് അല്ലെന്ന് മനസ്സിലായി. ഇനി സിമെട്രിക് ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവ് അല്ല. ഇവിടെ ഇതും പോയല്ലേ, കാരണം റിഫ്ലെക്സീവ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിഫ്ലെക്സീവ് ആണ് പക്ഷേ ട്രാൻസിറ്റീവ് അല്ല എന്ന്. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കളയാം. ഇനി സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ? എന്താണ് സിമെട്രിക് നോക്കാം. 1 3 ഉണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ റിലേഷനകത്ത് നോക്കണേ. 1 3 ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് തിരിച്ചും കാണണം. ഞാനും നീയും ഇവിടെ ഉണ്ടെങ്കിൽ നീയും ഞാനും ഇവിടെ കാണണം. ഓക്കെ, നമ്മുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പം നീയും നിന്റെ കൂട്ടുകാരനും ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ കൂട്ടുകാരനും നീയും ആ ക്ലാസ്സിൽ തന്നെ വേണം. അതായത് 1 3 ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 3 1 വേണം. ഇവിടെ ഉണ്ടല്ലോ, 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത വേണം നോക്കാം. 2 2 ഉണ്ടോ? യെസ്. തിരിച്ചും 2 2 ഉണ്ടോ? യെസ്. ഇവൻ തന്നെയാണല്ലോ. അപ്പോൾ സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ആണെന്നുള്ളൂ. ഓക്കെ ആയേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് അല്ല എന്ന് പിടികിട്ടി. സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവിൻ്റെ കാര്യം കൂടെ നോക്കാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളെ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന്മാർ തമ്മിലുള്ള റിലേഷൻ, അതായത് എ സി കാണണം മസ്റ്റായിട്ട്. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എ സി കാണണം. ഇനി അങ്ങനെയല്ലാതെ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. എ ബി ഉണ്ടെന്ന് വെച്ചോ, ഈ ബി വെച്ച് രണ്ടാമത്തെ ആളെ വെച്ച് ഒരു പേര് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിലും അത് ട്രാൻസിറ്റീവ് ആണ്. കൂടുതലും ഈ രണ്ടാമത്തെ അങ്ങനെ ഉപയോഗിച്ചുള്ള പ്രോബ്ലം വരാറില്ല, പക്ഷെ ആ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. ട്രാൻസിറ്റീവിന് 2 തരത്തിൽ പറയും നമ്മൾ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ, എ ബിയും ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എ സി എന്ന് പറയുന്ന ആൾ കാണണം. പിന്നെ ഒരെണ്ണം പറയുന്നത് എ ബിയും പിന്നെ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഇല്ലെങ്കിലും ആ ട്രാൻസിറ്റീവ് ആണ്. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എ ബി ഉണ്ട് പക്ഷേ ബി വെച്ച് രണ്ടാമത്തെ ആളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ചിലവരുടെ കൺഫ്യൂഷൻ അതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. 1 3 ഉണ്ട്. ഓക്കെ, 3 വെച്ച് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ മക്കളെ? യെസ്, 3 വെച്ച് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 വെച്ചൊരു പേര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ ആര് കാണണം? മസ്റ്റായിട്ട് ഇവന്മാർ തമ്മിൽ റിലേഷൻ കാണണം. 1 1 കാണണം. 1 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ പോയി. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാടാ? സിമെട്രിക് ആണെന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. കണ്ടല്ലോ, റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, നമ്മുടെ ആൻസർ സിമെട്രിക് ആണ്. ഇങ്ങനെ വേണം ഓരോ ഓപ്ഷൻ കളഞ്ഞിട്ട് അവസാനം ഓരോ ഓപ്ഷനിലേക്ക് എത്താൻ. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിസംബർ 2022 തന്നെ, ആ ഒരു വർഷം ഇഷ്ടംപോലെ തവണ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. 3 മാർക്കിനാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ 2022 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ, ഈ ഒരു ആർ എന്ന് പറയുന്നത് റിലേഷൻ്റെ ആറാണ്, ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇത് റിയൽ നമ്പേഴ്സിൻ്റെ ആറാണ്. 2 ആറും തമ്മിൽ തിരിഞ്ഞു പോകില്ല, അതുകൊണ്ടാണ് പ്രത്യേകം ഈ റിയൽ നമ്പേഴ്സിന് ഈ ഒരു ആർ വെച്ച് സൂചിപ്പിക്കുന്നത്. ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എ ലെസ് ദാൻ ഈക്വൽ ബി സ്ക്വയർ. ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറയുന്ന പോലെ എൻ്റെ മക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫൈനൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ റിലേഷൻ എടുത്ത് എഴുതുക.
ആർ ഈക്വൽ ടു സെറ്റ് എ ബി കോമ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ റിലേഷനകത്തുള്ളത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റിയൽ നമ്പേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇഷ്ടംപോലെ കോടിക്കണക്കിന് നമ്പേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് പെറുക്കി എഴുതാൻ പറ്റത്തില്ല. ഇല്ലാത്തവന്മാർ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് എല്ലാം തെളിയിക്കണം അല്ലേ? റിഫ്ലെക്സീവ് എല്ലാം തെളിയിക്കണമെങ്കിൽ 1 1 2 2 അങ്ങനെയുള്ള പേഴ്സ് ഇല്ലെന്ന് തെളിയിക്കണം. നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ട് ഇവിടെ 1 1 എടുത്തു കഴിഞ്ഞാൽ 1 1 ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അതായത് ഇത് എ ഇത് ബി, അവിടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഇത് കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആകണം. 1 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇത് ഓക്കെ ആണ്. അപ്പൊ അതുകൊണ്ട് 1 1 അതിൻ്റെ അകത്തുണ്ട്. മക്കളെ മനസ്സിലാക്കണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരാണോ അവന്മാരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, അവന്മാർ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഓക്കെ, ഈ കണ്ടീഷൻ 1 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ അവൻ സാറ്റിസ്ഫൈ ചെയ്യും. 2 2 എടുത്തു കഴിഞ്ഞാലോ അവന് സാറ്റിസ്ഫൈ ചെയ്യും. 2 2 ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2 2 എടുക്കും. 2 ലെസ് ദാൻ ഈക്വൽ ടു 2 സ്ക്വയർ. 2 ലെസ് ദാൻ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്. സോ 2നേക്കാൾ വലുതാണ് 4. അപ്പോൾ ഇതും 2 2 ഉണ്ട്, ഇവനും ഉണ്ട്. ഇനി നമുക്ക് -2 ഉണ്ടോ നോക്കാം. -2 ലെസ് ദാൻ ഈക്വൽ ടു -2 സ്ക്വയർ. അതായത് -2 ലെസ് ദാൻ ഈക്വൽ ടു 4. -2നേക്കാളും വലുതാണല്ലോ 4. അതുകൊണ്ട് -2 ഉണ്ട്. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഏതൊരു പെയർ എടുത്താലും അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഏതൊരു പെയർ എടുത്താലും ഒന്നെങ്കിൽ അവനോട് ഈക്വൽ ആകും അല്ലെങ്കിൽ അവനേക്കാൾ വലുതാകുന്നതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ മിക്കവരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം എന്താണ് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത്. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നോളുക. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ ചോദിക്കത്തുള്ളൂ, മാറ്റി ചോദിക്കാനൊന്നുമില്ല. ചോദിക്കുവാണെങ്കിൽ ഇവിടെ സ്ക്വയറിന് വരും ക്യൂബ് ഇട്ട് ചോദിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ സ്ക്വയറിന് വരും ക്യൂബ്. എന്താണെങ്കിലും ഞാൻ പറയുന്ന എക്സാമ്പിൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി. ദേ നോക്കിക്കോ, 1/2 എന്ന് പറയുന്നത് ഏതൊരു ഫ്രാക്ഷൻ വേണം എടുത്തു നോക്ക് മക്കളെ. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 സ്ക്വയർ. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കിയാടാ മക്കളെ. 1/2 എന്ന് പറഞ്ഞാൽ അര. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് അരയും ഇത് ഹാഫ്, അര ഇത് കാൽ ഭാഗം. അരയാണോ കാലാണോ വലുത്? നമ്മളൊരു സർക്കിൾ എടുക്കുവാണെങ്കിൽ ഇത് കാൽഭാഗമായി, ഇത് അരഭാഗമായി. കാൽഭാഗം എന്ന് പറയുന്നതിനേക്കാളും വലുതാണല്ലോ അരഭാഗം. ഇവിടെ കിട്ടിയ എന്താണ്? അരയേക്കാളും വലുതാണ് കാൽ. തെറ്റല്ലേടാ മക്കളെ? ഹാഫിനേക്കാളും വലുതാണോ 1/4? അല്ല, ഹാഫിനേക്കാൾ ചെറുതാണ് 1/4. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു ആണ് വരുന്നത്. കണ്ടല്ലോ, ഹാഫിനേക്കാളും ചെറുതാണ് 1/4, ഇവിടെ വലുതാണെന്നാണ് കിട്ടിയത്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതായത് 1/2 എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ അകത്തില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാം 1/2 എന്ന് പറയുന്ന ഒരാൾ നോട്ട് എലമെന്റ് ഓഫ് ആർ. ഇങ്ങനെ ഒരു ആൾ ഈ റിലേഷനിൽ കാണത്തില്ല, ഇങ്ങനെ ഒരു പെയർ ഈ റിലേഷനിൽ കാണത്തില്ല. അങ്ങനെ ഒരാളില്ലെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് റിഫ്ലെക്സീവ് അല്ല. ഒരാളില്ലെങ്കിൽ പോലും റിഫ്ലെക്സീവ് ആകത്തില്ല. അപ്പം നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. സോ ഇത് റിഫ്ലെക്സീവ് അല്ല. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ ഈ 1/2 എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടിക്കോളും. റിഫ്ലെക്സീവിൻ്റെ കാര്യം ഓക്കെ, സിമ്മെട്രിക് ആണോ നോക്കാം നമുക്ക്. സിമ്മെട്രിക് അല്ലെന്നാണ് തെളിയിക്കണം നമുക്ക്, അല്ലെന്നാണ് തെളിയിക്കേണ്ടത്. സിമ്പിളായിട്ട് അത് ഏത് വേണേൽ എടുത്തോ. ഞാൻ ഇവിടെ സിമ്പിളായിട്ട് 1 2 ഇതിൻ്റെ അകത്തുണ്ടോടാ മക്കളെ? 1 2 ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാം. എങ്ങനെയാണ് 1 2 ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കണമെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണോ? കാരണം എ ലെസ് ദാൻ ഈക്വൽ ബി സ്ക്വയർ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് എങ്ങനെ അറിയും? നോക്കിയേ, 1 ലെസ് ദാൻ ഈക്വൽ 2 സ്ക്വയർ ആണോ? അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന് എന്ത് കിട്ടും? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഒന്നിനേക്കാൾ വലുതാണ് 4. ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore 1 2 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഉറപ്പല്ലേ മക്കളെ? യെസ്. ഇനി 1 2 ഉണ്ടെങ്കിൽ 2 1 കാണണം. അതാണ് സിമ്മെട്രിക്കിന്റെ കണ്ടീഷൻ. 2 1 ഉണ്ടോ എന്ന് നോക്കാം. 2 1 ഉണ്ടാകണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണോ? നോക്ക്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയാൻ 1 തന്നെയാണ്. 2നേക്കാൾ വലുതാണോ മക്കളെ? 1 അല്ല. 2നേക്കാൾ ഈക്വൽ ആണോ 1? 2നോട് ഈക്വൽ ആണോ 1? അല്ല. അപ്പോൾ ഇത് തെറ്റല്ലേ? ഈക്വൽ അല്ല, ലെസ് ദാനും അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore 2 1 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും കാണത്തില്ല.
അങ്ങനെ ഒരാൾ കാണത്തില്ല നമുക്ക് പറയാം therefore R is not symmetric. ഈ രണ്ട് എക്സാമ്പിൾ ഓർത്തിരിക്കാൻ ഒരു പാടുമില്ലല്ലോ. ഈ എക്സാമ്പിൾ തന്നെ അങ്ങ് ഓർത്തിരുന്നു. 1 2 2 1 സിമ്പിൾ. മറ്റേത് 1/2 1/2 ഇപ്പോഴേ മനസ്സിലാക്കിയിരിക്കും. ഇനി ട്രാൻസിറ്റീവ് ഇച്ചിരി കൂടെ ചിന്തിക്കണം. പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടത്തില്ല ഏതൊരാൾ എടുത്താലും. കാരണം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് 1 2 എടുത്തു. 1 2 അകത്ത് ഉണ്ടെന്ന് മനസ്സിലായല്ലേ. 1 2 എടുത്തു. 2 വെച്ച് തുടങ്ങുന്ന വേറെ ആളെങ്കിലും ഉണ്ടോ നോക്ക്. 2 3 ഉണ്ടോ? 2 3 എന്ന് പറയുമ്പോൾ 2 ≤ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ≤ 9. അപ്പോൾ ഇവനും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ 2 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 1 9 കാണണം അല്ലേ. 1ഉം 3യും കൂടെ ഉള്ള പേര് കാണണം. 1 3 ഇതിനകത്തുണ്ടോ? 1 ≤ 3 സ്ക്വയർ ആണോ? 1 ≤ 9. യെസ്. അപ്പോൾ ഇവനും ഇതിനകത്തുണ്ട്. ഏതൊരാൾ എടുത്താലും ഇവനും ഉണ്ടെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും കാണും. ആ സമയത്താണ് നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കേണ്ടത്. യെസ്, ആരാണ് അങ്ങനെ ഇല്ലാത്ത പേയേഴ്സ്? അതിനുവേണ്ടി നിങ്ങൾ ഓർത്ത് തലമുണ്ടാക്കണ്ട. ഞാൻ പറയുന്ന ഈ എക്സാമ്പിൾ അങ്ങ് ഓർത്തിരുന്നു. സിമ്പിളായിട്ട് ഇത് ക്യൂബ് ചോദിച്ചാലും സ്ക്വയർ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഇവിടെ ക്യൂബാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതാം. ക്യൂബ് ഇത് 1/8 വരും. അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതിക്കുന്നത്. കേട്ടല്ലോ. ഇവിടെ ക്യൂബ് ഇത് അതേപോലെ എഴുതി വെച്ചാൽ സ്ക്വയർ മാറ്റി ക്യൂബ് ആക്കിയാൽ മതി, ആകത്തില്ല. ഇനി ഇവിടെ നോക്കൂ. 9നേക്കാളും 9നേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ മക്കളെ 3 സ്ക്വയർ അല്ലേ. 9നേക്കാളും ലെസ് ദാൻ ഈക്വൽ ടു 3 സ്ക്വയർ. ഓക്കെ ആണോ? 9 3 എന്ന് പറഞ്ഞ പേർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ 9നേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. ഓക്കെ, യെസ്. അപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം therefore 9 3 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ അല്ലേ. ഇത് ക്യൂബും കൂടെ എഴുതാൻ പറ്റിയ രീതിയിലായിട്ട് എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി 9 3 ഉണ്ട്. ഇനി 3 വെച്ച് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യണ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി എക്സാമ്പിളിന് സിമ്പിളായിട്ട് നമ്മൾ 3 2 എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്യാം. 3നേക്കാൾ വലുതാണോ 2 സ്ക്വയർ? ആണോ മക്കളെ? യെസ്, 3നേക്കാളും വലുതാണ് 2ന്റെ സ്ക്വയർ 4. സോ ഇവനും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആരുണ്ട്? 3 2 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്തുണ്ട് മക്കളെ. അപ്പം 9 3യും 3 2 ഉണ്ട് അല്ലേ. 9 3 3 വെച്ച് തുടങ്ങുന്ന ഒരാളും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഉറപ്പായിട്ടും ദിവന്മാർ തമ്മിലുള്ള റിലേഷൻ കാണണം. ആര്? 9ഉം 2ഉം തമ്മിലുള്ള ഒരു പെയർ ഇവിടെ കാണണം. നോക്കാം. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണോ എന്ന് പറഞ്ഞാൽ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണോടാ മക്കളെ. 9നേക്കാൾ വലുതാണോ 4? അല്ല. അപ്പോൾ ഇവിടെ 9നേക്കാളും വലുതല്ല. അപ്പോൾ ഇവിടുന്ന് പോയി. നമുക്ക് പറയാം therefore 9 2 എന്ന് പറയുന്ന ആള് ഇതിൻ്റെ അകത്ത് കാണത്തില്ല. ഇവിടെ എന്താ കിട്ടി? 9 3 ഉണ്ട്, 3ഉം 2ഉം ഉണ്ട്. പക്ഷെ 9 2ന്റെ അകത്ത് ഇല്ല. കണ്ടല്ലോടാ. 9 3ഉം 3ഉം 2ഉം 3 വെച്ച് തുടങ്ങുന്നതുകൊണ്ട്. പക്ഷെ 9ഉം 2ഉം തമ്മിലുള്ള ആ ഒരു പെയർ ഇതിൻ്റെ അകത്ത് ഇല്ല. കിട്ടിയാണ്ടോ? therefore നമുക്ക് എന്ത് പറയാം? therefore R is not transitive. നല്ല കിഡിലെ എക്സാമ്പിൾ അല്ലേ മക്കളെ. എല്ലാവർക്കും ടഫ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന എൻ്റെ മക്കൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് ക്യൂബിന് ചോദിച്ചാലും ഈ എക്സാമ്പിൾ പറ്റും കേട്ടോ. ഇതേ സംശയം ഉണ്ടെന്ന് നോക്കിയോ. 9 ലെസ് ദാൻ ഈക്വൽ 3 ക്യൂബ്, അതായത് 9 ലെസ് ദാൻ ഈക്വൽ 27 എന്ന് വരും. അത് ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ക്യൂബ് വരുമ്പോഴത്തേക്കും 3 ലെസ് ദാൻ ഈക്വൽ 2ന്റെ ക്യൂബ് 8 അതും ഉണ്ട്. ഓക്കെ. പക്ഷെ 9 ലെസ് ദാൻ ഈക്വൽ 2 ക്യൂബ് ആണോ? അല്ല, 2ന്റെ ക്യൂബ് 8 ആണ്. അപ്പോൾ ഇത് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ക്യൂബിൻ്റെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മക്കളെ ഓർത്തോണം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ അത് ഓൺ ടു ആണെങ്കിൽ റേഞ്ച് ഓഫ് എഫ് എന്താണ്? പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഡെഫിനിഷൻ തന്നെയാണ്. ഓൺ ടുവിൻ്റെ ഡെഫിനിഷനാണ്. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ റേഞ്ച് ഓഫ് എഫ്, എഫിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് കോഡൊമെയിൻ ഈക്വൽ ആയിരിക്കണം. കോഡൊമെയിൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സെറ്റിനെയാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ് മക്കളെ. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ എന്നാണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ എന്നാണ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിനെയാണ് കോഡൊമെയിൻ നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് വൈ അല്ലേ. അപ്പോൾ റേഞ്ച് ഓഫ് എഫ്, എഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ടാമത്തെ സെറ്റ് ആയിരിക്കും. ആര്? വൈ ആയിരിക്കും. സോ നമ്മുടെ ആൻസർ വൈ. വൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ. കൺസെപ്റ്റ് മനസ്സിലാക്കുക. 1 മാർക്കാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിസംബർ 2023 തന്നെ വേറൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2022 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് നെയ്തർ 1 1 നോർ ഓൺ 2. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. സോ
വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഓക്കെയാണ്. അപ്പോൾ 2023 ഈ 2 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, 2023 ഡിസംബറിൽ. ഡിസംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2024, ഇത് 2023, ഡിസംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ സെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3. കണ്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ. ഇതേപോലെ ടൈപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എ ഇസ് ഈക്വൽ ടു 1 2 3. ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു 2 3. 2 3 മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓൺ എ ഈസ്. അപ്പൊ ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് മാത്രം, സിമെട്രിക് മാത്രം, ട്രാൻസിറ്റീവ് മാത്രം, അതോ ഇക്വലൻസ് റിലേഷൻ ആണോ? അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും 3 കൂടെ വരുന്ന റിലേഷനാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഏത് വരും ഇതിൻ്റെ അകത്ത്? അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്? റിഫ്ലക്സീവ് ആണെങ്കിൽ ഈ സെറ്റ് വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവന്റെ എല്ലാവരുടെയും ഇരട്ടകൾ കാണണം എന്ന് പറഞ്ഞാൽ 1 1 ഇതിൻ്റെ അകത്ത് കാണണം നിർബന്ധമായിട്ട്. 1 1 ഉണ്ടോടാ? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പൊ ഇത് റിഫ്ലക്സീവ് അല്ല എന്ന് നമുക്ക് പിടികിട്ടി. സിമ്പിൾ ആയിട്ട് റിഫ്ലക്സീവ് അല്ല. അപ്പൊ ഇക്വലൻസ് റിലേഷൻ അല്ല. കാരണം എന്താണ്? റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുന്നതാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പൊ ഇക്വലൻസ് അല്ലെന്ന് പിടികിട്ടി, റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ? സിമെട്രിക് ആണെങ്കിൽ എന്താണ്? 2 3 ഉണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചും കാണണം. ആര്? 3 2 കാണണം. ഉണ്ടോ അതിനകത്ത്? 2 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സിമെട്രിക്കും അല്ല. പിന്നുള്ള ഓപ്ഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആൻസർ ട്രാൻസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ട്രാൻസിറ്റീവ് എങ്ങനെ ആകുന്ന ഇത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു രണ്ടാമത്തെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോടാ? 2 3 ഉണ്ട്. ഓക്കെ, 2 3 ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. 3 വെച്ച് രണ്ടാമത്തെ ആളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളില്ലെങ്കിലും അത് ട്രാൻസിറ്റീവ് ആണ്. എന്താ ഞാൻ പറഞ്ഞത്? 2 3 ഉണ്ട്, രണ്ടാമത്തെ ആളെ വെച്ച് ഒരു പെയർ തുടങ്ങുന്നില്ല, ഒരു പെയർ ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. രണ്ടാമത്തെ ആളെ വെച്ച് ഒരു പെയർ തുടങ്ങുന്നില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ആ രണ്ടാമത്തെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറയാം ഇത് ട്രാൻസിറ്റീവ് ആണ്. കാരണം അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ AC എന്ന് പറയുന്ന കണക്ഷൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആളെ വെച്ച് തുടങ്ങുന്നില്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ്. ഓപ്ഷൻ സി. ഓക്കെ, കൺസെപ്റ്റ് നന്നായിട്ട് തലേ കയറ്റിയിട്ട് ഈ കൺസെപ്റ്റുകളൊക്കെ മറക്കല്ലേ. ഡിസംബർ 2024 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു 3 മാർക്കിന് മാത്രമേ 2024 ചോദിച്ചുള്ളൂ കേട്ടോ. കൺസിഡർ റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ തന്നിട്ടുണ്ട് 1 2 2 3. ഓക്കെ, ഓൺ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഇല്ല. ആഡ് എ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് സോ ദാറ്റ് ദ എൻലാർജ്ഡ് റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആക്കുന്ന രീതിയിൽ എത്ര ഓർഡേർഡ് പെയർ എന്നല്ല, ആ ഓർഡേർഡ് പെയർ ഒക്കെ ഏതൊക്കെയാണ്? മക്കളെ, നമുക്കിവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നല്ല നിങ്ങളുടെ ഒരു ബോധത്തെ അളക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. നല്ല, കാരണം ഇതിൻ്റെ അകത്ത് സിമ്പിൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അടിപൊളി ക്വസ്റ്റ്യൻ കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇക്വലൻസ് ആകണമെങ്കിൽ, ഇക്വലൻസ് ആണെന്ന് പറഞ്ഞാൽ 1 1 ആകണം, ഓൺ 2 ആകണം, ഇക്വലൻസ് ആണെന്ന് പറയാം, റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. എടാ മക്കളെ, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല രസമാണ്. ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്തായാലും 1 വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഓൺ എ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എ തന്നിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് ഇതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. 1 2 ഉണ്ട്. സോ 1 വെച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ്റെ ഇരട്ടകൾ കാണാം അല്ലേ. അപ്പം നമുക്ക് ആഡ് ചെയ്ത് നോക്കാവേ. അപ്പോൾ ഞാനിവിടെ ഇതിനൊന്നുകൂടെ എഴുതുവാണ്. R ഈക്വൽ ടു 1 2 2 3. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇവിടെ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. നമുക്കിവിടെ ഇവൻ്റെ ഇരട്ടകൾ എന്തായാലും കാണണം 1ൻ്റെ. അപ്പം ഞാനിവിടെ 1 1 ആഡ് ചെയ്യുന്നു. 1 1. ഓക്കെ അല്ലേ? ഇതിന് വീണ്ടും എഴുതേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പെയറായിട്ട് മാത്രമേ എഴുതി വയ്ക്കാം. 1 1 ആഡ് ചെയ്യാം. അപ്പോൾ 1ൻ്റെ കാര്യത്തിൽ ഓക്കെ. 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 2 ആഡ് ചെയ്യാം. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആയോ നോക്കട്ടെ മക്കളെ. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സോ 1 1. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സോ 2 2. റിഫ്ലെക്സീവ് ആയി. സിമെട്രിക് ആണെങ്കിൽ ആരൊക്കെ വേണം? 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 വേണം. അപ്പോൾ നമുക്ക് 2 1 കൂടെ ആഡ് ചെയ്യാം. ഇനി 2 3 ഉണ്ട്, സോ തിരിച്ച് 3 2 കാണുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 1 2 2 1 2 3 3 2. ഓക്കെ, അത്രയും ഓക്കെയാണ്. ഇനി ട്രാൻസിറ്റീവിൻ്റെ നോക്കേണ്ട ഓരോന്നും വെച്ച് നോക്കണേ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ ആര് കാണണം? 1 3 കാണണം. അപ്പോൾ 1 3 ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, 1 2 ഉണ്ട്, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ 2 2 ഉണ്ട്, സോ 1 2 ഉണ്ട്, നോ പ്രോബ്ലം. 1 2 ഉണ്ട്, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ 2 1 ഉണ്ട്, അപ്പോൾ 1 1 കാണണം, 1 1 ഉണ്ട്. ഇനി ഏതാടാ? 2 3 ഉണ്ട്, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ 3 2 ഉണ്ട്, സോ 2 2 കാണണം, 2 2 ഉണ്ട്. 2 3 ഉണ്ട്, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇല്ല. ഇനി ഏതൊക്കെയാ?
ആഡ് ചെയ്യേണ്ടത്? 1 2 2 3. ഇവിടെ നോക്കാം. 2 1 ഉണ്ട്, 1 3 ഉണ്ട്. സോ 2 3 കാണണം, അതുകൊണ്ട്. പിന്നെ ആരാടാ? 2 1 3 2 ഉണ്ട്, 2 3 ഉണ്ട്. മക്കളെ നോക്കിക്കടാ, 3 2 ഉണ്ട്, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 1 ഉണ്ട്. അപ്പോൾ ആര് കാണണം? ഉറപ്പായിട്ടും 3 1 കാണണം. 1 3 ഉണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചും കാണണ്ടേ, എങ്കിലല്ലേ സിമെട്രിക് ആകത്തുള്ളൂ. അപ്പോൾ 3 1 ഇവിടെ കാണണം. അപ്പോൾ 1 2 3 4 5 6 ആയി. നോക്കിക്കട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഒന്ന്? മക്കളെ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ വന്നു അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ആരും കൂടെ വേണം, 3 3 വേണം. എങ്കിലല്ലേ ഇപ്പൊ ഇത് ഇക്വലൻസ് റിഫ്ലെക്സീവ് ആകുമോ? 1 1 2 2 മാത്രമേ ഉള്ളൂ. 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 3 3 കാണണം. ഇനി നോക്കി 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാരുടെ എല്ലാവരും ഇരട്ടകൾ കാണണം. നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ, റിഫ്ലെക്സീവ് ആയി. സിമെട്രിക് നോക്കാം. 1 2 ഉണ്ട്, തിരിച്ച് കാണണം. 2 1, യെസ്, ഇവന്മാർ രണ്ടും ഉണ്ട്. 2 3 ഉണ്ടോ? ഓക്കെ, 3 1 കാണണം. 2 3 ഉണ്ട്, 3 2 കാണണം. യെസ്, ഇവന്മാർ രണ്ടും ഉണ്ട്, അത് ഓക്കെ. ഓരോരുത്തരും നോക്കണേ. 1 1 2 2 തിരിച്ച് വരുമ്പോഴേ അത് തന്നെയാണ്. 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 3 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 തിരിച്ച് 3 1 ഉണ്ട്, 3 3. ഓക്കെ, സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ നോക്കി. 1 2 2 3 1 3 ഉണ്ടോ? 1 3, യെസ്. 1 2 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 1 1 1 ഉണ്ടോ? യെസ്. 1 2 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കിയെല്ലാം ആയല്ലോ. 2 3 3 2 2 2 ഉണ്ട്. 2 3 3 1 2 1 2 1 ഉണ്ട്. ഓക്കെ. പിന്നെ 1 3 3 1 1 1 ഉണ്ട്. 1 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ 1 2 കാണുന്നു, അതുകൊണ്ട് എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ആയി. അപ്പോൾ ട്രാൻസിറ്റീവ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വലൻസ് റിലേഷൻ ഏതൊക്കെ ഓർഡേർഡ് പെയേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ആഡ് എ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എന്ന് ചോദിച്ചത്. മിനിമം ഒരു ഇക്വലൻസ് റിലേഷൻ ആകുന്നതിന് വേണ്ടിയിട്ട് എത്ര ഓർഡേർഡ് പെയർ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആഡ് എ മിനിമം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മിനിമം പെയർ എന്ന് പറയുമ്പോഴത്തേക്കും 7 എന്ന് എഴുതി വെച്ചാൽ മതി. 1 2 3 4 5 6 7. ക്വസ്റ്റ്യൻ 2 രീതി ചോദിക്കാം. ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് എന്ന് ചോദിക്കുവാണെങ്കിൽ മിനിമം നമ്പർ, ആ എണ്ണം പറഞ്ഞാൽ മതി. ഇവിടെ ആഡ് എ മിനിമം നമ്പർ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡേർഡ് പെയറും കൂടെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഇത്ര ഓർഡേർഡ് പെയേഴ്സ് ആഡ് ചെയ്താലേ ഇത് ഇക്വലൻസ് റിലേഷൻ ആകത്തുള്ളൂ. അപ്പോൾ ഓർഡേർഡ് പെയേഴ്സ് ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറച്ചൊക്കെ അവിടെ ചിന്തിക്കാനുണ്ട് കേട്ടോ മക്കളെ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ നമുക്ക് റിലേഷൻ ഓഫ് ഫംഗ്ഷൻ ആ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളൂ മക്കളെ. സോ നന്നായിട്ട് കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത്, ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് വീഡിയോ സെക്കൻഡ് ചാപ്റ്ററായിട്ടായിരിക്കും ഇതേപോലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക മക്കളെ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള കിടിലം വീഡിയോസ് ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. സെയിം മക്കൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. റെഗുലർ കുട്ടികൾക്കും ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.